അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ജീവിതത്തിലുടനീളം സന്തോഷവും സമാധാനവും ഐക്യവും സ്നേഹവും ഉണ്ടാവാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു സൂത്രം പറയാം. അത് മറ്റൊന്നുമല്ല, യാസീൻ ഓതുക എന്നതാണ്. പരിശുദ്ധമായ യാസീൻ സൂറത്ത് ഓതുന്നതിലൂടെ ധാരാളം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും. ഏതൊരു കാര്യം ഉദ്ദേശിച്ചാണോ നാം യാസീൻ ഓതുന്നത്, ആ കാര്യങ്ങളും അല്ലാഹു തആല നമുക്ക് സാധിപ്പിച്ചു തരുമെന്നതാണ് അതിന് മറ്റൊരു പ്രത്യേകത. ദിവസം 10 മിനിറ്റ് സമയമാണ് നമ്മൾ യാസീൻ ഓതാൻ വേണ്ടി മാറ്റിവെക്കേണ്ടത്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ വേണ്ടി 10 മിനിറ്റ് അല്ല, അതിനേക്കാൾ കൂടുതൽ മാറ്റിവെക്കാൻ നാം തയ്യാറാണ്. സന്തോഷമാണ് പലർക്കും ഇല്ലാത്തത്. എല്ലാ സ്ഥലത്തും പ്രയാസങ്ങളും പ്രതിസന്ധികളും ടെൻഷനുകളുമാണ്. അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന നല്ലൊരു മാർഗ്ഗം കൂടിയാണല്ലോ യാസീൻ സൂറത്ത് ഓതുക എന്നുള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസിലൂടെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട്. ഖുർആനിൻ്റെ ഹൃദയം യാസീനാകുന്നു. രാത്രി അത് പാരായണം ചെയ്യുന്നവന് ആ രാത്രി സന്തോഷം നൽകപ്പെടും. പകൽ അത് പാരായണം ചെയ്യുന്നവന് ആ പകലിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് മോചിതനായിരിക്കും. യഹ്യ ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, രാത്രിയിൽ യാസീൻ ഓതിയാൽ പുലരുവോളം സന്തോഷമായിരിക്കും. പ്രഭാതത്തിൽ പാരായണം ചെയ്തവന് പ്രദോഷം വരെ സന്തോഷമായിരിക്കുമെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നാം ഓരോ ദിവസവും യാസീൻ ഓതുക. പകൽ സമയത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു യാസീൻ ഓതുക. അതുപോലെ തന്നെ മഗ്‌രിബ് നിസ്കാര ശേഷം മറ്റൊരു യാസീൻ കൂടി നാം ഓതുക. ഇങ്ങനെ 2 യാസീൻ ജീവിതത്തിൽ നാം പതിവാക്കിയാൽ തീർച്ചയായും നമുക്ക് സന്തോഷമുണ്ടാകും. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവൽ നൽകും. നാം ഏതൊരു കാര്യമാണോ ഉദ്ദേശിക്കുന്നത്, ആ കാര്യം അല്ലാഹു തആല സഫലീകരിച്ചു തരികയും ചെയ്യും. നാം ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന സമയത്താണ് യാസീൻ ഓതുന്നതെങ്കിൽ ആ കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല യാസീൻ സൂറത്ത് നിത്യമാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.